നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ ഫീച്ചർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. വാട്സപ്പിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റാണ്. വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാനായിട്ടോ മറ്റൊരു ഫോണിലോട്ട് നമ്മുടെ ഫോൺ കോളുകൾ ഫോർവേഡ് ചെയ്തിടാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് മറ്റൊരാൾ ഏതെങ്കിലും തരത്തിൽ QR കോഡ് വഴി സ്കാൻ ചെയ്ത് അവരുടെ ഫോണിൽ ഉപയോഗിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ തടയാനായിട്ടുള്ള ഒരു വെടിച്ചിൽ ഒരുപാട് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് അടക്കി വെച്ചിരിക്കുന്ന ഒരൊറ്റ സെറ്റിങ്സാണ് ഇപ്പോൾ പുതിയതായിട്ട് ഈ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഫസ്റ്റ് നമ്മുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ഞാൻ വാട്സപ്പിൻ്റെ നോർമൽ വാട്സപ്പ് തന്നെ ഓപ്പൺ ചെയ്തു, സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു, സെറ്റിങ്സിൽ പ്രൈവസി ഓപ്പൺ ചെയ്തു. പ്രൈവസിയിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് നിലവിൽ 3 ഓപ്ഷൻസ് മാത്രമാണുള്ളത്. ഈ 3 ഓപ്ഷൻസും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് നമ്മുടെ IP അഡ്രസ്സ് അല്ലെങ്കിൽ IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ലിങ്കുകളൊക്കെ പ്രിവ്യൂ ചെയ്യുന്ന ലിങ്കുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വരുന്ന ലിങ്കുകളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ലിങ്കുകളൊക്കെ ആണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടൊക്കെയുള്ള ഓപ്ഷനാണ്. നമ്മൾ സേവ് ചെയ്യാത്ത അൺകോൺ കോൾ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യത്തെ ആ ഒരു ഓപ്ഷൻ. എന്നാൽ ഇതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയ 2 ഓപ്ഷനും കൂടെ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വാട്സപ്പിലും വാട്സപ്പ് ബിസിനസ്സിലും എല്ലാം ഇതുപോലെ തന്നെ ഈ ഒരു 2 സെറ്റിങ്സും ഉണ്ട്. ഈ ബിസിനസ്സിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു 3 ഓപ്ഷൻ മാത്രമാണ് എനേബിൾ ആയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്തത് കാണിച്ചു തരാം. 2 സെറ്റിങ്സും കൂടെ എനേബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള 2 സെറ്റിങ്സാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഫസ്റ്റ് ലൈനായിട്ട് നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ കിട്ടുക. അതിൻ്റെ താഴെ പ്രൈവസി എടുക്കുക. പ്രൈവസിക്കകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നതാണ്. അഡ്വാൻസ്ഡ് ഓപ്ഷൻ നമ്മൾ മുമ്പേ എടുത്തു നോക്കിയപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ താഴെ നിങ്ങൾക്ക് പുതിയതായിട്ട് 2 ഓപ്ഷനും കൂടെ എനേബിൾ ആയിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഡിസേബിൾ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ലിങ്കുകൾ പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് നമുക്ക് ലിങ്ക് എന്താണ് ഉള്ളടക്കം എന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ വായിക്കാനായിട്ട് സാധിക്കും. കാരണം ലിങ്ക് വഴിയാണല്ലോ ഹാക്കിംഗ്, ട്രാക്കിംഗ് അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ നിങ്ങൾക്ക് സെലക്ട് അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാം. അത് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതൊന്ന് ടേൺ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാൾ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ചോർത്താൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു ഫോണിലോട്ട് നമ്മുടെ അക്കൗണ്ടിനെ മാറ്റാൻ ശ്രമിച്ചാൽ മറ്റൊരാൾ നമ്മുടെ ഫോണിൽ നിന്ന് ഫോർവേഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ലിങ്കുകൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും QR കോഡ് വഴി സ്കാൻ ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ അക്കൗണ്ടിനെ അവരുടെ അക്കൗണ്ടിലോട്ട് മാറ്റാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഫോൺ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം നമുക്ക് ചോദിച്ചിരിക്കുന്ന 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഫോൺ ആവശ്യപ്പെടും. അപ്പം അവർക്ക് നമ്മുടെ അക്കൗണ്ട് മാറ്റിയെടുത്ത് ഉപയോഗിക്കാനോ സാധിക്കാത്ത രീതിയിൽ ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ളവർ മാത്രം എനേബിൾ ചെയ്യുക. കാരണം അത്ര പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുകൾ സെക്യൂർഡായിട്ട് വെക്കണം. നിങ്ങൾ പേയ്മെൻറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഓൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് കാണാം. ആ നെക്സ്റ്റിലൊന്നും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ എന്തൊക്കെ പ്രൊട്ടക്റ്റുകളാണ് കിട്ടുന്നതെന്ന് നോക്കുക. നമ്മുടെ ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ, IP അഡ്രസ്സ്, IP അഡ്രസ്സ് കോള്, അങ്ങനെയുള്ള എല്ലാം ഇവിടെ സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, ഈ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ ഓട്ടോമാറ്റിക്കലി മറ്റൊരാളുടെ ഫോണിലോട്ട് മാറാനായിട്ട് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് മാറുകയോ അല്ലെങ്കിൽ QR കോഡ് വഴി സ്കാൻ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ടേൺ ഓഫ് ആയി പോകും. കാരണം ഈ ഒരു സെറ്റിങ്സ് മുഴുവനായിട്ടും ഈ നമ്മുടെ നമ്മുടെ വാട്സപ്പ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുന്നതിലൂടെ. ഇത് നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളവർ ഈ ഒരു താഴെ കാണുന്ന ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇത്ര അധികം പ്രൊട്ടക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഫോണിൽ മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാത്തിനും കിട്ടത്തില്ല. നിങ്ങളുടെ വാട്സപ്പ് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും
പുതിയ അപ്ഡേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നു ചേരുന്നതായിരിക്കും. ഇപ്പോൾ ഏറ്റവും താഴത്തെ ആ ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ടേൺ ഓൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇവിടെ വ്യൂ ലോക്ക്ഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ ആണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്, ആരെങ്കിലും ഏതെങ്കിലും ഒരു ഫോണിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വാട്സപ്പ് തനിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യണമെങ്കിൽ താഴെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ ടേൺ ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ടേൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ്, വളരെ പ്രയോജനപ്രദമായിട്ടുള്ള സെക്യൂരിറ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇത് എനേബിൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് അതിനകത്ത് പ്രൊട്ടക്റ്റ് എന്നുള്ളത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ, സീ യു.